നമ്മൾ ഇതിനു മുന്നേ നമ്മുടെ ചാനലിൽ ഷാഡോ ബേസ്ഡ് ആൻഡ്രോയിഡ് ഗെയിംസിനെ കുറിച്ച് കുറച്ചധികം സംസാരിച്ചിട്ടുണ്ടാകുമെന്ന് പറയാം. ലൈക്ക് വെക്ടർ, ഷാഡോ ഫൈറ്റ് 2, ലിംബോനെ കുറിച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ഇതൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ഗെയിംസാണെന്ന് പറയാം നമ്മുടെ ഇടയിൽ. വെക്ടർ നല്ലൊരു പ്ലെയർ കൗണ്ട് ഉണ്ടായിരുന്നു. പണ്ട് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനെ കുറേ പേര് ഇതിനെക്കുറിച്ച് സംസാരിച്ച് കേട്ടിട്ടുണ്ട്. അതേപോലെ ഷാഡോ ഫൈറ്റിനായാലും ഞാൻ സ്കൂളിലെല്ലാം പോകുമ്പോൾ കുറേ പേര് കളിച്ച്, കുറേ പേര് മീൻസ് ബാക്കിയുള്ള ഗെയിംസിനെ കമ്പാരിറ്റീവ്ലി ഒരു സ്റ്റോറി ബേസ്ഡ് ആൻഡ്രോയിഡ് ഗെയിംസിൻ്റെ ഒരു ഇത് വരുമ്പം ഷാഡോ ഫൈറ്റൊക്കെ കുറച്ച് പോപ്പുലർ ആയിരുന്നു നമ്മുടെ ഇടയിൽ. അതേപോലെ ലിംബോവും അത്യാവശ്യം പോപ്പുലർ ആയിരുന്നു നമ്മുടെ ഇടയിൽ. പക്ഷേ ഒരു ഗെയിമുണ്ട്, ആ ഗെയിമിനെക്കുറിച്ച് വേറെ ആരും കളിച്ച് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഒരു സറൗണ്ടിങ്ങിൽ ഞാൻ മാത്രമേ കളിച്ചിട്ട്. ഞാൻ കുറേ പേർക്ക് ചോദിച്ചു ഈ ഗെയിമിനെ കുറിച്ച് അറിയുമോ, നമ്മൾ കളിച്ച ഗെയിംസിനെ കുറിച്ച് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുമല്ലോ. ആ രീതിയിൽ ഞാൻ നോക്കിയപ്പം എന്താ പറയുക, വേറെ ആരും കളിച്ചിട്ടില്ല. ഒരു ദിവസം എൻ്റെ അച്ഛൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പം ഒരു 2014 13 എന്നറിയില്ല, ആ സമയത്താണ് ഒരു ഗെയിം. ആ ഗെയിം എന്താണെന്ന് വെച്ചാൽ ഷാഡോ തന്നെ. ഷാഡോയിൽ ഇങ്ങനെ ആൾക്കാരെ കൊല്ലുന്നു, ഒരു ഇരുട്ടത്തൊരു കാട്ടിൽ ഇങ്ങനെ കൊല്ലുന്ന രീതിയിൽ ഒരു ഭയങ്കര ഹൊറർ ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായി ഗെയിം ഫസ്റ്റ് കളിച്ചപ്പം തന്നെ. ഞാനിത് കളിച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്തപ്പം ഇങ്ങനത്തെ ഒരു ഗെയിമിനെ കുറിച്ച് കേട്ടിട്ട് തന്നെ ഇല്ല. എൻ്റെ അച്ഛൻ്റെ ഫോണിൽ അങ്ങനെ ഗെയിം വന്നതെന്നറിയില്ല, ആരാ കയറ്റി കൊടുത്തതെന്ന് എനിക്കറിയില്ല. ആ സമയത്തൊക്കെ കൂടുതൽ സെൻറ്ററൊക്കെ യൂസ് ചെയ്യുന്നൊരു കാലമായിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് റാൻഡായിട്ട് ഇത് കിട്ടിയപ്പോൾ ഞാനിത് കളിച്ചു, കുറേ പേരെടുത്ത് സംസാരിച്ച് നോക്കിയപ്പം ആർക്കും ഈ ഗെയിമിനെ കുറിച്ച് അറിയുന്നതന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് ഈ ഗെയിം ഞാൻ കളിച്ചിട്ട് ഇങ്ങനെ അൺഇൻസ്റ്റാൾ ആയി പോയി കുറച്ച് കാലം കഴിഞ്ഞപ്പം അച്ഛൻ്റെ ഫോണിൽ നിന്ന്. അപ്പം എനിക്ക് കുറേ കഴിഞ്ഞപ്പോൾ 2-3 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മിത്താണോ ഈ ഗെയിം ഞാൻ ശരിക്കും കളിച്ചിനോ, കാരണം ആ ഗെയിമിൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മയുണ്ടായിട്ടില്ല. എൻ്റെ ഒരു മൈൻഡിൽ ആ ഗെയിമിന് ആ സമയത്ത് കളിച്ചപ്പം ഒരു നിഴൽ ഒരു കാട്ടിലിങ്ങനെ പോകുന്നു, കുറച്ച് സോൾജേഴ്സ് ഉണ്ട്, അവരെ കൊന്ന് മുന്നോട്ടേക്ക് പോകുന്നു, ട്രാപ്സ് ഉണ്ട്. ട്രാപ്സ് മീൻസ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രാപ്സ് ഉണ്ടാവും. ഈ മുള്ള് പോലെ അല്ലാണ്ട് ഈ വായു ഉണ്ടാവും, ഒരു പോയ്സൺ ടൈപ്പ് വായു ഉണ്ടാവും. അത് നമ്മുടെ മേത്ത് വന്നാൽ നമ്മൾ ഡെഡാവും. അതേപോലെ ഇതിൻ്റെ അകത്ത് ഹിഡൻ ട്രഷർ ഉണ്ടാവും ഓരോ ലെവലിലും. അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ പോയിൻറ്റ്സ് കിട്ടും. ഫസ്റ്റ് ലെവൽ ഭയങ്കര ഈസിയാണ് ആസ് യൂഷ്വൽ. ഇപ്പോൾ ലെവൽ ഡെവിലെല്ലാം പോലെ ഫസ്റ്റ് ലെവൽ ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് പോയിട്ട് ഇവിടുന്ന് ഒരു സോൾജറിനെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി ഫ്ലാഗ് റീച്ച് ആവണം, ഗെയിം അവിടെ അവസാനിക്കും. അങ്ങനത്തെ ഒരു ലെവലിലാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് കളിച്ചപ്പോൾ ഇതെന്താണ് അങ്ങനത്തെ ഒരു തോട്ടിലാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ പോകുമ്പോഴാണ് ഒരു പീക്ക് ഗെയിമിങ്, ഒരു ആൻഡ്രോയിഡ് ഗെയിമിങ് എക്സ്പീരിയൻസ് എനിക്ക് ഈ ഗെയിമിൽ നിന്ന് കിട്ടിയായിരുന്നു എന്ന് പറയാം. കാരണം ഓരോ ലെവലും ഭയങ്കര ക്രിയേറ്റീവായിട്ട് മീൻസ് ഇപ്പോൾ നിങ്ങൾ ക്രിയേറ്റീവായിട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ട്രെൻഡിങ്ങിലുള്ള ഗെയിംസിൻ്റെ കൂടെ കമ്പയർ ചെയ്യാം. പക്ഷേ ആ ഒരു സമയത്ത് ഈ ഗെയിം കളിച്ചപ്പം ഈ ലെവലെല്ലാം കാണുമ്പം ഇങ്ങനെയും എനിമീസിനെ ആൻഡ്രോയിഡ് ഗെയിംസിലോട്ട് ഡിസൈൻ ചെയ്യാലേ, അങ്ങനത്തെ ഒരു രീതിയിൽ എനിക്ക് തോന്നിപ്പോയി. ഇങ്ങനെയും ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലേ, അങ്ങനെ എനിക്ക് തോന്നി. കാരണം എനിമീസൊക്കെ നോർമൽ സോൾജേഴ്സ് ഉണ്ടാവും, കയ്യിൽ മറ്റേ വെപ്പൺ പിടിച്ചിട്ട് നിൽക്കുന്ന സോൾജേഴ്സ് ഉണ്ടാവും. അത് നമ്മൾ അടുത്ത് പോകുമ്പം അവർ ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരും. നമ്മൾ മരത്തിൻ്റെ മുകളിൽ പോയാൽ അവരിങ്ങനെ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി നിൽക്കും. എന്നിട്ട് പിന്നെ അവരെ പണി നോക്കിയിട്ട് പിന്നെയും പാട്രോളിങ് ചെയ്യാൻ തുടങ്ങും. പിന്നെയും കാണുമ്പോൾ അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ തന്നെ പോയാൽ അവർ നമ്മളെ കൊല്ലും. നമ്മൾ ബാക്കിൽ പോയിട്ട് ചുറ്റിയിട്ട് മരത്തിൻ്റെ മുകളിലേക്ക് കയറി അപ്പുറത്ത് പോയിട്ട് അങ്ങനെയെല്ലാം വേണം കൊല്ലാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് കളിക്കുമ്പോൾ ഇത് ചിലപ്പം ചെറുങ്ങനെ ഒരു ഹാളായിട്ട് തോന്നാം ഈ ഒരു എനിമി സ്റ്റൈലിന്. പക്ഷെ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ മാജിക്കൽ പവേഴ്സ് ഇല്ലേ, ഒരു വലിയൊരു ഭൂതം പോലെ ഉണ്ടാവും, ഭയങ്കര വലിയ വയറില്ല, ഒരു കുതിരേൻ്റെ ഒരു മോഡലില്ല പോലെ ഇതുണ്ടാവും. അപ്പോൾ അവിടെയെല്ലാം പോകുമ്പം എൻ്റെ ഒരു ഓർമ്മയിൽ അതാണ് ഇപ്പം മാജിക്കൽ പവേഴ്സിലെ എനിമി എന്ന് പറയുമ്പോൾ ഇതാണില്ലേ. അപ്പോൾ ഈ എനിമീന് പ്ലസ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പ്ലസ് എന്താണെന്ന് വെച്ചാൽ സ്ലോ ആയിരിക്കും എനിമി. നമ്മളെ കണ്ടാൽ അവിടെ നിന്ന് വരാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള എനിമീസിനെ കമ്പാരിറ്റീവ്ലി സ്ലോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആ ഒരു വായു ഊതിക്കഴിഞ്ഞാൽ ആ ഒരു കുറച്ച് ഡിസ്റ്റൻസിൽ അതിങ്ങനെ വരുന്നതുകൊണ്ട് നമ്മളെ മേത്ത് വന്നവിടെ നമ്മൾ ചാവും. അത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു എയറാണ്, അങ്ങനത്തെ രീതിയിൽ അത് കാണിച്ചിട്ടുണ്ടാവും. അതേപോലെ ഗെയിമിൻ്റെ ലെവൽ ഡിസൈൻ നോക്കിയാൽ ഡാർക്കാണ്. വെക്ടറും ഷാഡോ ഫൈറ്റും ലിംബോവും പോലെ ഡാർക്കാണ്. പക്ഷേ വെക്ടറും ഷാഡോ ഫൈറ്റും തരുന്നതിനെക്കാട്ടിയും ഡാർക്കായിട്ടുള്ള ഫീല് നമുക്ക് ലിംബോ തരും. അതേ ഒരു വൈബാണ് ഈ ഒരു ഗെയിമും തരുക. ഇത്ര സമയം ഞാൻ ഗെയിമിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ഗെയിമിൻ്റെ പേര് സംഭവം ഡെഡ് നിഞ്ച മോർട്ടൽ ഷാഡോ. ഞാൻ ഒരു 2-3 വർഷം ഗെയിമിൻ്റെ പേര് കിട്ടാണ്ട് നടന്നായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയോ ഈ ജിയോ എല്ലാം വന്ന സമയത്തായിരുന്നു ഞാൻ എങ്ങനെയോ കണ്ടുപിടിച്ച് ഈ ഗെയിമിൻ്റെ പേര് പിന്നെയും കണ്ടുപിടിച്ചിട്ടിരുന്ന് കളിക്കാൻ തുടങ്ങിയായിരുന്നു. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഞാൻ ഈ ഗെയിമിൻ്റെ ലെവലിൽ ഞാൻ കുറേ മുന്നോട്ട് എത്തിയായിരുന്നു. രണ്ടാമത് എനിക്ക് കളിച്ചപ്പോൾ അത്രയും എനിക്ക് എത്താൻ പറ്റില്ല. ഗെയിം അത്യാവശ്യം ഹാർഡാണ്, നല്ലൊരു ഹാർഡായിട്ടുള്ള ഗെയിമാണ്. സോ ട്രാപ്പല്ല എവിടെ നിന്ന് എങ്ങനെ വരും എപ്പം വരും എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ കളിച്ചിരിക്കാൻ ഭയങ്കര രസമാണ്. ചില സമയത്ത് ഫ്രസ്ട്രേറ്റ് ആവും. ഇപ്പം ഈ ലെവൽ ഡെവിലെല്ലാം ഇത് കളിച്ചിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ പ്രാന്ത് പിടിച്ചിങ്ങനെ പീക്കിലെത്തൂലേ, ആ ഒരു വീലറൊക്കെ പണ്ട് ഈ ഗെയിം കളിക്കുമ്പോൾ തന്നെ കിട്ടിയത് നേരിട്ട് പൊട്ടിക്കാന്ന് തോന്നും ചില സമയത്തല്ലോ. ഇവിടെ നിന്നല്ലോ എനിമീസ് എഴുതുന്നുണ്ടോ, പെട്ടെന്ന് മുകളിൽ നിന്ന് ട്രാപ്പ് വന്ന് പോകുന്നുണ്ടാവും. അങ്ങനത്തെ രീതിയിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു
ലെവൽ ഡിസൈനിങ് ഈ ഒരു ലെവലിന് ആ സമയത്ത് ഈ ഒരു ഗെയിമിന് ആ സമയത്ത് കൊണ്ടുവന്നിരുന്നു. സോ ഒരു ഡാർക്കായിട്ടുള്ള ഭയങ്കര ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കും കാര്യങ്ങളും അങ്ങനത്തെ രീതിയിലുണ്ടാവുക. പിന്നെ സ്റ്റോറി നോക്കിയാൽ എൻ്റെ ഒരു ഓർമ്മയിൽ ഈ ഗെയിമിന് സ്റ്റോറി ഇല്ല, ലിറ്ററലി സ്റ്റോറി ഇല്ല. നമ്മൾ എന്താ പറയുക, എനിമീസിനെ ഗാർഡ്സിനെ ഫേസ് ചെയ്ത് ഇപ്പുറത്തൊരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ഉണ്ടാവും. ആ സ്റ്റാർട്ടിങ് പോയിൻ്റിൽ നിന്ന് അപ്പുറത്ത് ഒരു കൊടി ഉണ്ടാവും. ആ കൊടീൻ്റെ അവിടെ എത്തണം. അതിൻ്റെ ഇടയ്ക്ക് എനിമീസ് ഉണ്ടാവും, ട്രാപ്സ് ഉണ്ടാവും. ഇവരെല്ലാം ക്രോസ് ചെയ്ത് നമ്മൾ അപ്പുറത്ത് പോകണം. ക്യാരക്ടർ മൂവ്മെൻറ്റ്സും കൺട്രോളും നോക്കിയാൽ ഈ ഗെയിമിൽ അങ്ങനെ ആനിമേഷനോ കാര്യങ്ങളോ ഇല്ല കാര്യമായിട്ട്. നമുക്ക് ആനിമേഷൻ ഓടുന്നുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്ക്രീനിൽ ടാപ്പ് ചെയ്യുമ്പം ആ ഡയറക്ഷനിലോട്ട് ഓടും. അതാണ് ആനിമേഷൻ. എനിമീസ് അടുത്ത് വരുമ്പോൾ തല ഇങ്ങനെ വെട്ടിയിട്ട് പിന്നെ പോകും മുന്നോട്ടേക്ക്. അത്രേ ഉള്ളൂ ലിറ്ററലി ആനിമേഷൻ. എനിമീസിൻ്റെ കാര്യം നോക്കിയാൽ അവരിങ്ങനെ നടന്നു വരിക, അവർ ഓടി വരിക. അവർക്ക് ഡൗട്ട് വന്നാൽ മുകളിലൊരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇങ്ങനെ കാണിച്ചിട്ടൊരു എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് വരും. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു ആൻസൈറ്റി കൂടും. അങ്ങനത്തെ ഒരു ഇതിലുണ്ടാവും. കാരണം ഗെയിമിൻ്റെ മൂഡ് തന്നെ ആ രീതിയിലുണ്ടാവുക. ഗെയിമിൻ്റെ ലൊക്കേഷൻ നോക്കിയാൽ നല്ല ഫോറസ്റ്റ് ഉണ്ട്, പിന്നെ ഒരു ഷിപ്പിൽ നടക്കുന്ന ഒരു ലെവലുണ്ട്. ആ ഒരു എനിക്ക് തോന്നുന്നു 20-30 ലെവല് ഷിപ്പ് വാട്ടർ ബേസ്ഡ് അങ്ങനത്തെ രീതിയിലല്ലേ, വെള്ളത്തിൻ്റെ അണ്ടറിൽ പോകാൻ പറ്റുന്നു ഈ ഗെയിമിൽ. സോ കളിച്ച ഓർമ്മ ശരിയാണെങ്കിൽ വെള്ളത്തിൻ്റെ താഴെ പോയിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകുന്ന പോലെ അങ്ങനെയൊക്കെ കുറേ കാര്യമുണ്ട്. പക്ഷെ അതേപോലെ പോയിസൺ ആയിട്ടില്ല, എല്ലാ വെള്ളത്തിലും പോകാൻ പറ്റില്ല. ചില സ്ഥലത്ത് നമ്മൾ പോയാൽ പെട്ടെന്ന് ചത്തുപോകും. പിന്നെ വെപ്പൺസിൻ്റെ കാര്യം നോക്കിയാൽ ഒരു എക്സ്ട്രാ കുറച്ചൊരു എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വെപ്പൺസും കാര്യങ്ങളും നമ്മൾ അടുത്ത് പോയിട്ട് കൊല്ലാണ്ട് ദൂരം തന്നെ കൊല്ലുന്ന രീതിയിൽ കുറച്ച് കാര്യം ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതായത് ഈ മറ്റേ എനിക്കതിൻ്റെ പേര് ഓർമ്മയില്ല, ഈ ജാക്കി ചാനിൽ ഷാഡോ ക്ലോൺസ് യൂസ് ചെയ്യുന്നുണ്ടാവില്ല, ഒരു സാധനം ഇങ്ങനെ എറിഞ്ഞിട്ട് ഇങ്ങനെ എറിഞ്ഞ് പോയിട്ട് ഇങ്ങനെ സ്പിൻ ചെയ്ത് തല വെട്ടുന്ന സാധനം. അങ്ങനത്തെ ഒരു ഈ 7ാം അറിവിൽ സ്റ്റാർട്ടിങ്ങിൽ ബോധിധർമ്മം യൂസ് ചെയ്യില്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. സോ അത് നമ്മൾ പോയിൻറ്റ്സ് യൂസ് ചെയ്ത് ഇതാക്കുന്ന പോലെ ഉണ്ടാവും. എനിക്ക് ഇതിനകത്ത് മൈക്രോ ട്രാൻസാക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ കളിച്ച പോയിൻറ്റ്സ് വെച്ചിട്ട് വാങ്ങുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. റിയൽ മണി വെച്ച് ഇതിനകത്ത് കളിക്കാൻ പറ്റുന്ന രീതിയിലില്ല എന്ന് എനിക്ക് തോന്നുന്നു, ഓർമ്മയില്ല. സോ അങ്ങനെ നമ്മൾ കളിച്ച് നമുക്ക് അധികം ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഇങ്ങനെ കുറച്ച് വെപ്പൺസിൻ്റെ ഇതുണ്ട്. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് കുറേ സമയം സർവൈവ് ചെയ്യാനോ കുറേ എനിമീസിനെ കൊന്നിട്ട് മുന്നോട്ടേക്ക് പോകാനോ അങ്ങനത്തെ രീതിയിലൊന്നും ഇതിൽ പറ്റൂല. നമുക്ക് മോസ്റ്റ്ലി എനിമീസിനെ ഫേസ് ചെയ്ത് കൊന്ന് മുന്നോട്ടേക്ക് പോകുന്ന രീതിയിൽ തന്നെ കളിച്ച് ജയിക്കണം. അതന്നെയാണ് ലിറ്ററലി ഗെയിമിൻ്റെ ഒരു ഇത്. എനിമീസിനെ കൊന്ന് ഫ്രണ്ടിലോട്ട് പോയേ പറ്റൂ. അങ്ങനത്തെ രീതിയിൽ വെപ്പൺസ് നമുക്ക് ഈ കിട്ടിയ പ്ലസ്സും നമുക്ക് കുറേ ഇങ്ങനെ യൂസ് ചെയ്ത് ഒരു വലിയൊരു യൂസ്ഫുള്ളാണെന്ന് പറയാൻ പറ്റൂല. അങ്ങനത്തെ രീതിയിലല്ലത്. ഒരു 1-2 എനിമീസിനെ നമുക്ക് മാനേജ് ചെയ്യാമെന്നല്ലാണ്ട് അതിൽ കൂടുതൽ പറ്റൂല ഈ ഒരു വെപ്പൺസും ഈ പ്രോസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഗെയിം എനിക്ക് കുറേ കാലമായിട്ട് മൈൻഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് കളിച്ച് കഴിഞ്ഞിട്ടും ഇങ്ങനെ ഇടയ്ക്ക് ആലോചിക്കും, പണ്ട് ഇങ്ങനെ ഒരു ഗെയിം കളിച്ചായിരുന്നല്ലോ, പേര് ഓർമ്മയില്ലാന്ന്. പക്ഷേ ഈ ഗെയിം പരിചയപ്പാന്ന് എനിക്ക് ഈ നിഞ്ച അർഷി എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമുണ്ട്. അത് നിഞ്ച അർഷി 1, 2 ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഈ ഒരു ഗെയിമിൻ്റെ വൈബായിരിക്കും എന്ന് വെച്ചിട്ട് ആ ഗെയിം കളിച്ച് നോക്കിയത്. പക്ഷേ അത് ഈ ഒരു ഗെയിമിൻ്റെ ഈ ഡെഡ് നിഞ്ച മോർട്ടൽ ഷാഡോൻ്റെ 7 അയലത്ത് പോലും ആ ഒരു ഗെയിം അത് മോശം ഗെയിമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ കമ്പാരിറ്റീവ്ലി അത് അത്ര വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിഞ്ച അർഷി കളിച്ചവരുണ്ടാവും, ഈ ഡെഡ് നിഞ്ച മോർട്ടൽ ഷാഡോ കളിച്ചവർ ഉണ്ടെങ്കിലൊന്ന് കമൻസിൽ മനസ്സിലായി. ഞാൻ ആരും കണ്ടിട്ടില്ല ഈ ഗെയിം. ഇപ്പോൾ എനിക്ക് മാത്രം ഹാൽസിനേറ്റ് ചെയ്യുന്നതാണെന്ന് അറിയില്ല. കാരണം ഞാൻ റിയൽ ലൈഫിൽ ആരും ഇങ്ങനത്തെ ഒരു ഗെയിം കളിച്ചിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനത്തെ രീതിയിലാണ് നമ്മളിപ്പോൾ ഗെയിം കളിച്ചിട്ട് ഇപ്പം നമുക്ക് കൂടുതലവരോട് ഡിസ്കസ് ചെയ്യുമല്ലോ. എനിക്ക് ഈ ഗെയിം കളിച്ചിട്ട് ആരോട് ഡിസ്കസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എനിക്ക് അറിയുന്ന ആരും കളിച്ചിട്ടില്ല ഈ ഒരു ഗെയിം. അപ്പോൾ ഈ ഗെയിം കളിച്ചവരുണ്ടെങ്കിൽ ഈ ഗെയിം കളിച്ചിട്ട് നിങ്ങൾ കുറേ ലെവലിലെത്തിയിട്ടുണ്ടോ, നിങ്ങൾക്ക് എങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്, പണ്ടപ്പം കളിച്ച ഓർമ്മയുണ്ടോ, അത് കമൻസ് മെൻഷൻ ചെയ്യൂ. ഞാനിങ്ങനെ വെക്ടറിൻ്റെ വീഡിയോ ഷാഡോ ഫൈറ്റിൻ്റെല്ലാം ചെയ്യുമ്പം ഇതും ഇങ്ങനെ മൈൻഡിലുണ്ടാവും. പക്ഷെ എന്താ ഡൗട്ട് ഉണ്ടായെന്ന് വെച്ചാൽ ഇപ്പോൾ ഇട്ട ആരെയും കാണോ, ഇതിപ്പം ഇപ്പോൾ വെക്ടറും ഷാഡോ ഫൈറ്റെല്ലാം വ്യൂസ് ഇട്ടാൻ കാരണം ആൾക്കാർക്ക് അറിയാം അതിനെക്കുറിച്ച്. ഇപ്പോൾ പുതിയൊരു ഇതാക്കുമ്പോൾ ആൾക്കാരെടുത്ത് നോക്കുമെന്നൊരു ഡൗട്ട് ഉണ്ടായിന്. പിന്നെ എന്താ ഈ വീഡിയോൻ്റെ ടൈറ്റിലും ഇതെല്ലാം വെച്ച് ക്ലിക്കബിൾ ആക്കിയിട്ട് പിന്നെ ആൾക്കാരെ വരുത്തിച്ചിട്ട് ഈ ഗെയിമിനെ കുറിച്ച് നോക്കാമെന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. സോ എനിക്ക് ഒരു എന്താ പറയുക, ഇപ്പം വെക്ടർ എങ്ങനെയാണോ ഷാഡോ ഫൈറ്റ് എങ്ങനെയാണോ ആ ഒരു ഇതിൽ ലെവലിൽ ഇഷ്ടമുള്ളൊരു ഗെയിമിനെ ഇൻട്രസ്റ്റിങ്ങോടെ കുറേ കാലം ഇരുന്ന് കളിച്ചൊരു ഗെയിമായിരുന്നു ഈ ഡെഡ് നിഞ്ച മോർട്ടൽ ഷാഡോ. സോ കളിച്ചവർ നിങ്ങളുടെ ഒരു അഭിപ്രായം, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾ എപ്പോഴാണ് ഈ ഗെയിം കളിച്ചത്. ഈ ഗെയിം വന്നിട്ട് കുറേ കാലമായി. വെക്ടറിൻ്റെയും ഷാഡോ ഫൈറ്റിൻ്റെ ആയുസ് തന്നെയാണ് ഈ ഒരു ഗെയിമിനുള്ളത്. സോ നിങ്ങൾ പണ്ടേ ഈ ഗെയിം കളിച്ചിട്ടുണ്ടോ അതൊക്കെ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യൂ. സോ ഇതേപോലെ വേറെ ഏതെങ്കിലും വീഡിയോനെ കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യൂ. സോ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ചെയ്യാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവർക്കും ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. വേറെ നല്ല വീഡിയോ കാണുന്നത് ഇങ്ങോട്ട് ഫ്രം ഗെയിമിംഗ് ഫ്രണ്ട്സ്. പീസ് ഔട്ട്.